എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇൻഡക്ഷനിൽ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കുക എന്നുള്ളത്. എന്നാൽ ഇൻഡക്ഷനിൽ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് ഇതുപോലത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടുള്ള ഒരു പാത്രം മാത്രമേ ഇൻഡക്ഷനിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൂടാതെ എപ്പോഴും ഇതിൻ്റെ അടിഭാഗം ഫ്ലാറ്റ് ആയിരിക്കണം, കുഴിയൊന്നും ഉണ്ടാകാൻ പാടില്ല. കുഴിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഡക്ഷൻ വർക്ക് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ അടിവശം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു പാത്രം ഏതൊക്കെ രീതിയിലുള്ള കുക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഇൻഡക്ഷനിൽ ഉപയോഗിക്കാം, ഗ്യാസിൽ ഉപയോഗിക്കാം, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാത്രമാണ്. ഇതുപോലത്തെ പാത്രങ്ങളാണ് നമ്മൾ കൂടുതലും ഇൻഡക്ഷനിൽ ഉപയോഗിക്കേണ്ടത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതുപോലെ മാഗ്നറ്റിക് കാണിക്കാൻ പോകുന്നത് വേൾപൂളിൻ്റെ ഒരു ഇൻഡക്ഷനാണ്. ഇതിനകത്ത് ഒരു ഇൻഡക്ഷൻ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻഡക്ഷൻ മേടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വരെ കൃത്യമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇൻഡക്ഷൻ. ഗ്യാസിനൊക്കെ വില കൂടിയതിനു ശേഷം എല്ലാവരും പതുക്കെ ഇൻഡക്ഷനിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അത് ബിൽറ്റിൻ ആയാലും ഫ്രീ സ്റ്റാൻഡിങ് ആയാലും ഇൻഡക്ഷൻ വാങ്ങിക്കുന്നത് കുറച്ച് അധികം കൂടുതലായിട്ട് ആൾക്കാർ തരത്തിൽ പറഞ്ഞ ഉപകാരമാണ്. നമുക്ക് പെട്ടെന്നായിട്ട് നമുക്ക് കുക്കിംഗ് വളരെ സ്പീഡായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ്റെ ഒരു സോൺ ഇത്, രണ്ടാമത്തെ സോൺ ഇതാണ്, അതുകൂടാതെ മൂന്നാമത്തെ സോൺ ഇതും, ഇത് നാലാമത്തെ സോൺ. അങ്ങനെ ഒരു 4 സോണാണ് ഈ ഒരു ഇൻഡക്ഷനുള്ളത്. ഇതൊരു ചെറിയ പാത്രം വെക്കാനുള്ളതും ബാക്കി 3 അത്യാവശ്യം താരതമ്യേന വലിയ പാത്രങ്ങൾ വെക്കാനുള്ളതും. അങ്ങനെയാണ് ഈ ഒരു ഇൻഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബട്ടണുകൾ എന്ന് പറഞ്ഞാൽ ഏത് സോണാണ് നമുക്ക് വെക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ കൊടുത്തിരിക്കുന്നത് താഴത്തെ ഇൻഡക്ഷൻ്റെയാണ്, ഇത് കാണിച്ചിരിക്കുന്നത് മുകളിലത്തെ ഇൻഡക്ഷൻ്റെയാണ്. അതുകൂടാതെ ഇപ്പുറത്ത് കാണിക്കുന്നത് ഈ ഇൻഡക്ഷൻ്റെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പുറത്തത് ഇതും. ഇതിൻ്റെ പവർ ഓണാക്കുന്നത് ഇതിലാണ് നമ്മൾ പവർ ഓണാക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓണായി. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മളുടെ പാത്രങ്ങൾ വെക്കുക എന്നുള്ളതാണ്. നമ്മൾ പാത്രം വെച്ചു നമ്മളിപ്പോൾ സോൺ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ സെലക്ട് ചെയ്തു. ഈ കൂട്ടുന്നത് കുറക്കുന്നത് തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ അല്ല, ഇത് ഇൻഡക്ഷൻ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ ലെവലാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് പവർ ലെവലാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ പ്ലസ് ബട്ടണിൽ 2, 3, 4, 5, 6, 7 അങ്ങനെ P വരെ വരുന്നുണ്ട്. അതായത് പവർ ബൂസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, പെട്ടെന്ന് ഹീറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇൻഡക്ഷൻ വർക്കിംഗ് ആണ്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ ഇൻഡക്ഷൻ്റെ പാത്രം നമ്മൾ ഇവിടെ നിന്നെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ കണ്ടില്ലേ? ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. അതായത് ഈ ഇൻഡക്ഷൻ ഇതിൻ്റെ സെൻസർ കറക്റ്റായിട്ട് പാത്രം മാറിയതുകൊണ്ടിട്ടാണ് ഈ ഒരു സിമ്പിൾ കാണിക്കുന്നത്. പാത്രം കറക്റ്റ് ഇതിനകത്ത് സൂട്ടല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം വെച്ചാലും ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ പാത്രം സെൻസ് ചെയ്യുന്നില്ല എന്നുള്ള. ഈ പാത്രം നമ്മൾ തിരിച്ച് പഴയ സ്ഥാനത്ത് കൊണ്ടെന്ന് വെച്ചാൽ അതോടെ വർക്കിംഗ് ആവും. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക, പ്ലസ് മൈനസ്, നമ്മൾ ഏത് പവർ ലെവലാണോ ആ ലെവലിൽ കൊണ്ടുവരിക, പവറിലടിക്കുക, പെട്ടെന്ന് തന്നെ അതോടെ ഹീറ്റ് ആവും. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പം നമ്മൾ അവിടെ ഇൻഡക്ഷനിൽ പാത്രം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം സെൻസ് ചെയ്യാത്തതിന് സിമ്പിൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, നല്ല രീതിയിൽ തിളച്ചു തുടങ്ങി. വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും വെച്ച് നോക്കാം. ഇപ്പുറത്തും ആ സോണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയും നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. കണ്ടില്ലേ, കറക്റ്റായിട്ട് അത് പെട്ടെന്ന് തന്നെ ഹീറ്റ് ആകുന്നുണ്ട്. ഇത് നേരെ നമ്മൾ താഴത്തേക്ക് തിരിച്ചു കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിലും പാത്രം ഇല്ലയെന്ന് കാണിക്കുന്ന ആ ഒരു സിമ്പിൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രം അവിടെ നിന്ന് മാറിയതുകൊണ്ടിട്ടാണ്. ഇത് തന്നെയായിരിക്കും നമ്മൾ ഇതിന് സൂട്ടബിൾ ഇൻഡക്ഷൻ ബേസ് അല്ലായിട്ടുള്ള പാത്രം വെച്ച് കഴിഞ്ഞാലും ഇതേ ഒരു സിംറ്റം തന്നെയായിരിക്കും കിടന്ന് കാണിക്കുക. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇൻഡക്ഷനിൽ ഈ ടൈപ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കുക്കിംഗ് സാധിക്കും. ഇലക്ട്രിസിറ്റി മാത്രം മതി ഇതിനകത്ത്. ഈ കാണുന്നത് ഇതിൻ്റെ
ചൈൽഡ് ലോക്കാണ്. ഇതിലിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അത് ചൈൽഡ് ലോക്കാവും, ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും, ചൈൽഡ് ലോക്കാവും. ഇനി ഏതിലെങ്കിലും ബട്ടണിൽ പിടിച്ച് ഞെക്കിയാലോ ഒന്നും ആവില്ല, അത് ചൈൽഡ് ലോക്കിലേക്ക് മാറിയിരിക്കുകയാണ്. തിരിച്ച് അതേ പൊസിഷനിൽ അതേ ബട്ടണിൽ തന്നെ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചൈൽഡ് ലോക്ക് മാറുകയും ചെയ്യും. ചൈൽഡ് ലോക്ക് മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓഫ് ചെയ്തു. ഇൻഡക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് എടുത്തിട്ട് ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ടെർമിനലുകളാണ് ഇവിടെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ന്യൂട്ര്, L1, L2, L3, അതുകൂടാതെ ന്യൂട്ര്, പിന്നെ എർത്തും കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ നമുക്ക് 3 ഫേസിലും കൊടുക്കാം, സിംഗിൾ ഫേസിലും കൊടുക്കാം. സിംഗിൾ ഫേസിൽ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ L1, L2, L3 നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് ഫേസ് കൊടുക്കുക. അതിനുശേഷം ന്യൂട്ര് കൊടുക്കുക, N1, N2 ഇത് രണ്ടും കൂടി ബൈപ്പാസ് ചെയ്യുക. എർത്ത് സെപ്പറേറ്റും കൊടുക്കുക. ഇതിന് മിനിമം നമ്മൾ വയറ് കാണേണ്ടത് ഏകദേശം 7 സ്ക്വയർ വയർ അല്ലെങ്കിൽ 4 സ്ക്വയർ വയറാണ് നമ്മൾ ഈ ഒരു കണക്ഷന് വേണ്ടി കൊടുക്കേണ്ടത്. ഒരിക്കലും 3 പിൻ ടോപ്പ് ഉപയോഗിച്ച് കൊടുക്കരുത്. നമ്മളൊരു ഐസൊലേറ്ററോ അല്ലെങ്കിൽ ഒരു DP സ്വിച്ചോ വെച്ച് വേണം ഇത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഒരു കണക്റ്റർ ലോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ 7000 വാട്ട്സിനടുത്താണ് ഇതിൻ്റെ കണക്റ്റർ ലോഡ് വരുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ന്യൂട്ര് കൊടുത്തിട്ടുണ്ട്, എർത്ത് അതുപോലെ കൊടുത്തിട്ടുണ്ട്, ഫേസും കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ എടുത്ത് മാറ്റണം. ഇവിടെ സിംഗിൾ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഇങ്ങനെ കൊടുക്കുക. ന്യൂട്ര് കോമൺ ആയിട്ട് തന്നെ കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്.